പൂജാമുറിയുടെ അടുത്തുള്ള ഷെൽഫിൽ ഒരു ഒച്ച കേട്ടു കേട്ടോ. അപ്പം ഞാനിത് എന്തായിരിക്കും എന്ന് വിചാരിച്ചിങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഉണ്ട് നമ്മുടെ കുഞ്ചപ്പൻ അവൾ ഒളിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ കുഞ്ചപ്പൻ കയറി അകത്ത് കയറി കട്ടിലിൽ കിടന്നു, ഭക്ഷണമൊക്കെ കൊടുത്തു. ഞാൻ കുറച്ചു നേരം ഓരോ പണികൾക്കായി പുറത്തേക്ക് പോയി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇവനെ കാണാനില്ല. ജനലുകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. മൊസ്കിറ്റോ നെറ്റുള്ള ജനൽ മാത്രമേ ഞാൻ തുറക്കാറുള്ളൂ കേട്ടോ. ഈ വല്ല പാമ്പൊക്കെ കയറി വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കാടൊക്കെ ഉള്ള സ്ഥലമാണല്ലോ, അതുകൊണ്ട് കുറേ പറമ്പൊക്കെ ഉള്ളതായതുകൊണ്ട്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഇവൻ എല്ലാ മുറിയിലും ഞാൻ അന്വേഷിച്ചു, വേറെ മുറി കയറിയോ. അവൻ അങ്ങനെ കയറാറില്ല, അവൻ്റെ മുറിയിൽ മാത്രമേ അവൻ കിടക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ വിചാരിച്ച് ഞാൻ നോക്കുമ്പോൾ ഇവിടെ കയറിയൊക്കെ തട്ടി താടിയിട്ടേക്കണു എല്ലാ സാധനങ്ങളും. ഒരു ഒച്ച കേട്ടു പെട്ടെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് പാമ്പിനെ തന്നെ ഓർമ്മ വന്നത്. ഇവൻ പോയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതിനുള്ള പാമ്പ് പോലൊന്നും കയറിയോ എന്ന് വിചാരിച്ചു. ഒരു ഒച്ച ഞാനിതിൽ നടക്കണപ്പോൾ ഒരു സംശയം, ഞാൻ അറിഞ്ഞില്ലേ. അപ്പോൾ എന്നെ അറിയിക്കാൻ വേണ്ടിയൊരു ശബ്ദം. ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ഇതേ കള്ളച്ചക്കനോടെ കിടന്ന് ഉറങ്ങണു. അവിടെ കള്ളച്ചക്ക വേറെ സ്ഥലമൊന്നും കണ്ടില്ലേ ഇറങ്ങാനായിട്ട്? തഴുതിക്ക് ഇറങ്ങി അങ്ങോട്ട്. അവൻ്റെ ഓരോരോ കൊതികൾ, ഓരോ സ്ഥലത്ത് കിടക്കാനായിട്ട് ഓരോ കൊതി. പക്ഷേ സാധാരണ കട്ടിലും വന്ന് വേറെ എവിടെയും പോകാറില്ല കേട്ടോ, അവിടെ തന്നെ കിടക്കാറുള്ളൂ. ഇതിനുള്ളിൽ കിടന്ന് നിനക്ക് ചൂടെടുക്കും. താഴ്ത്തിറങ്ങടാ ചക്ക, താഴ്ത്തിറങ്ങ.